ഹായ്. നമ്മൾ ചുരിദാർ മെറ്റീരിയലിൻ്റെ സെറ്റ് പർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചില മെറ്റീരിയൽസിന് നമുക്ക് ലെങ്ത് തികയാതെ വരും. സാധാരണയായിട്ട് ബാക്കിൽ നമ്മളൊരു കട്ടിങ് കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ലെങ്ത് കറക്റ്റ് ചെയ്യുന്നത്. എന്നാൽ യോക്ക് പോർഷനിൽ എംബ്രോയ്ഡറി വരുന്ന മെറ്റീരിയൽസിന് നമുക്കങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഈ ഒരു മെറ്റീരിയലിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ളൊരു പീസാണിത്. ഇത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഒരു സ്റ്റിച്ച് ചെയ്ത് സൈഡ് വശം നമ്മൾ ഇതുപോലെ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മെറ്റീരിയലിൻ്റെ അടിഭാഗത്ത് ഒരു ചെറിയൊരു ലേസ് ഉണ്ടായിരുന്നു. ഇനി ലേസ് ഇല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ലേസ് കൊടുത്തിട്ടാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ആ ലേസിൻ്റെ അടിയിലായിട്ട് ഈ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിൻ്റെ ലോക്ക് ചെയ്ത ഭാഗം ഇതുപോലെ അടിയിൽ വെച്ച് കൊടുത്ത് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഓൾറെഡി ആ ലേസിൻ്റെ ഭാഗത്തൊരു സ്റ്റിച്ച് ഉള്ളതുകൊണ്ട് തന്നെ അതൊരു വൃത്തികേടായിട്ട് വരത്തില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ വരും. നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്തും കിട്ടും. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന തയ്യൽ അറിയത്തില്ലാത്ത ആൾക്കാരാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചുരിദാറിന് ഇതുപോലെ ലെങ്ത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. അതിനുശേഷമാണ് ഞാൻ ഈ സ്ലിറ്റ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഒറ്റ ഒരു തുണിയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. എക്സ്ട്രാ നമ്മൾ പിടിപ്പിച്ചതായിട്ടുള്ളൊരു ഫീലിംഗ് തോന്നത്തില്ല. അപ്പോൾ അതിനുശേഷം ഫുള്ളായിട്ട് സ്ലിറ്റ് അടിച്ചെടുക്കുകയാണ്. കസ്റ്റമർ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്യാൻ തന്നപ്പം പറഞ്ഞത് ഫുൾ സ്ലീവ് വേണം, ഫുൾ സ്ലീവ് തയ്ച്ച് തരാമോ എന്നുള്ളതാണ്. ഞാൻ അപ്പം തന്നെ പറഞ്ഞു ചിലപ്പം ചുരിദാർ മെറ്റീരിയൽ തികയാതെ വരും തുണി. അപ്പോൾ കൈ മുട്ടിൻ്റെ അവിടം വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള രീതിയിലുള്ള അളവും എടുത്താണ് വിട്ടത്. അപ്പോൾ ചുരിദാർ മെറ്റീരിയൽ വാങ്ങി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഒരുവിധം ആളുകളെങ്കിലും ഞങ്ങളോട് പറയുന്നൊരു കാര്യമാണ്, ചിലപ്പോൾ കൈക്ക് 3/4 കൈ വെക്കുക, അല്ലെങ്കിൽ ലെങ്ത് 45 ഇഞ്ച് വേണം, ഈ ഒരു രീതിയിലൊക്കെ. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ നമുക്ക് ചുരിദാർ മെറ്റീരിയൽ സെറ്റിൽ പോസിബിൾ അല്ല. കാരണം ചില മെറ്റീരിയൽസിനെങ്കിലും തുണി ലെങ്ത് കുറവായിരിക്കും. 2.5 മീറ്റർ എല്ലാ ചുരിദാർ മെറ്റീരിയൽ സെറ്റിലും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നമ്മളത് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഒരു 30-33 ഇഞ്ചൊക്കെ ചെസ്റ്റ് സൈസുള്ള വണ്ണം കുറവുള്ള ആളുകൾക്ക് ഫുൾ സ്ലീവ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ചില മെറ്റീരിയൽസിൽ കിട്ടാറുണ്ട്. എന്നാൽ അല്ലാതെ കുറച്ചൊരു 36 മുതൽ ചെസ്റ്റ് സൈസ് വണ്ണം ഉള്ളവർക്ക് അത്രയും ഫാബ്രിക് കിട്ടാറില്ല. കൈക്ക് തന്നെ നമ്മൾ കാരണം ഇത്രയും ലെങ്തിൽ 45 ഒക്കെ ലെങ്ത് വരുമ്പോൾ തന്നെ നമ്മൾ ആ ലെങ്ത് കിട്ടാൻ തന്നെ ബാക്കിലൊക്കെ തുണി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് ഈ ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നത്. ചില ഫാബ്രിക്കിൽ അതിനുള്ള തുണി ഉണ്ടാകത്തില്ല, പ്രത്യേകിച്ച് കോട്ടൺ മെറ്റീരിയൽസിലൊക്കെ. ഈ ഒരു മെറ്റീരിയൽ നമ്മളിപ്പോൾ 45 ഇഞ്ച് ലെങ്തിലാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കസ്റ്റമർ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പരമാവധി നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇനി ചിലർക്ക് കൈക്ക് നീളം വേണമെന്നുള്ളവർക്ക് കൈയുടെ അടിഭാഗത്ത് ഇതുപോലെ എന്തെങ്കിലും പാച്ച് വർക്ക് കൊടുത്തിട്ട് അത് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം ആ ഒരു പാച്ച് വർക്ക് വരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്, മെറ്റീരിയൽ തികയാത്തത് കൊണ്ടാണ്. തുണി തയ്ക്കാൻ കൊടുക്കുന്നവരും തയ്ക്കുന്നവരും ഒരുപോലെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. തയ്ക്കുന്നവർ കടയിൽ കസ്റ്റമർ തുണി കൊണ്ടുവരുമ്പോൾ തന്നെ അളന്ന് നോക്കി അതിൻ്റെ കാര്യങ്ങൾ, അഥവാ എന്തെങ്കിലും ജോയിൻറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അത് അവരോട് പറയാൻ ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.